Once again, all of you, welcome back to my YouTube channel. My name is Adira. അപ്പോൾ എല്ലാവർക്കും എൻ്റെ YouTube ചാനലിലേക്ക് സ്വാഗതം. So today we are going to discuss the same topic yesterday we discussed. That one is decomposition reaction. അപ്പം ഇന്നലെ അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ടോപ്പിക്കിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എന്നതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഡീകോമ്പോസിഷൻ മീൻസ് എന്തായിരുന്നു? ഒരു സിംഗിൾ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ സബ്സ്റ്റൻസസ് ആയി മാറുന്നതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞിരുന്നത്? ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിരുന്നത് അല്ലെ? അപ്പം എന്താണ് ഒരു സിംഗിൾ കോമ്പൗണ്ട് അല്ലെങ്കിൽ conversion of single compound into two or more simple substances. Okay, conversion of single compound. അപ്പോൾ ഇവിടുത്തെ ടൈം നമ്മൾ ശ്രദ്ധിക്കേണ്ട ടൈം എന്താണ്? സിംഗിൾ കോമ്പൗണ്ട്. Conversion of single compound into two or more simple substances is known as decomposition reaction. അപ്പം സിംഗിൾ റിയാക്ടന്റ് ഡീകമ്പോസ് ചെയ്തിട്ട് സിമ്പിൾ സബ്സ്റ്റൻസസ് ആയി മാറുന്നതാണ് എന്ത്? ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ജനറൽ ഇക്വേഷൻ ആയിരുന്നു എന്ത്? എ ബി ഗീവ്സ് എ പ്ലസ് ബി. ദ ജനറൽ ഇക്വേഷൻ ഓഫ് ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എ ബി ഗീവ്സ് എ പ്ലസ് ബി. അപ്പം ഈ എ ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ കോമ്പൗണ്ട് ആണ്. അത് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തിട്ട് എയും ബിയുമായിട്ട് മാറി. So such reactions are known as decomposition reaction. അങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? Decomposition reactions എന്ന് പറയുന്നത്. Then decomposition reactions require energy. Decomposition reactions carry out ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം. Based on the energy requirement, we can classify decomposition reactions into 3 types. അപ്പം അവിടെ ആവശ്യമായ എനർജിയുടെ ഫോമിന്റെ അനുസരിച്ച് നമുക്കതിനെ മൂന്നായിട്ട് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? തെർമൽ ഡീകോമ്പോസിഷൻ. തെർമൽ ഡീകോമ്പോസിഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഡീകോമ്പോസിഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് ഫോട്ടോ ഡീകോമ്പോസിഷൻ. ഓക്കെ, ബേസ്ഡ് ഓൺ ദ റിക്വയർമെന്റ് ഓഫ് എനർജി വി ക്യാൻ ക്ലാസിഫൈ ഡീകോമ്പോസിഷൻ റിയാക്ഷൻസ് ഇൻ ടു 3 ടൈപ്സ്. എനർജിയുടെ റിക്വയർമെന്റ് അടിസ്ഥാനത്തിൽ നമുക്ക് ഡീകോമ്പോസിഷൻ റിയാക്ഷനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അവിടെ വേണ്ടുന്ന എനർജി ഹീറ്റ് ആണ് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? തെർമൽ ഡീകോമ്പോസിഷൻ എന്ന് പറയാം. അവിടുത്തെ എനർജി റിക്വയർമെന്റ് ഹീറ്റിന്റെ ഫോം ആണ് എങ്കിൽ അത് എന്തായി മാറി? തെർമൽ ഡീകോമ്പോസിഷൻ ആയിട്ട് മാറി. ഇനി അവിടുത്തെ ഇലക്ട്രിസിറ്റി ആണ് വേണ്ടുന്നതെങ്കിൽ അതെന്താണ്? ഇലക്ട്രിക്കൽ ഡീകോമ്പോസിഷൻ ആയിട്ട് മാറി. ഇനി നെക്സ്റ്റ് ഫോട്ടോ മീൻസ് സൺലൈറ്റ് ആണ് വേണ്ടുന്നതെങ്കിൽ അത് എന്തായി മാറി? അത് ഫോട്ടോ ഡീകോമ്പോസിഷൻ ആയിട്ട് മാറി. സോ ഡീകോമ്പോസിഷൻ മീൻസ് എന്തായിരുന്നു? കൺവേർഷൻ ഓഫ് സിംഗിൾ കോമ്പൗണ്ട് ഇൻടു ടു ഓർ മോർ സിമ്പിൾ സബ്സ്റ്റൻസസ്. അല്ലെങ്കിൽ ഒരു സിംഗിൾ റിയാക്ടന്റ് രണ്ടോ അതിൽ കൂടുതലോ പ്രോഡക്ട്സ് ആയി കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ് ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ജനറൽ ഇക്വേഷൻ എ ബി ഗീവ്സ് എ പ്ലസ് ബി. എ ബി ഇവിടുത്തെ എന്താണ്? സിംഗിൾ റിയാക്ടന്റ് ആണ്. എയും ബിയുമായിട്ട് രണ്ട് പ്രോഡക്ട്സ് ആയിട്ട് അത് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. അതാണ് എന്ത്? ഡീകോമ്പോസിഷൻ റിയാക്ഷൻ. ദെൻ ടൈപ്സ്. ബേസ്ഡ് ഓൺ ദ റിക്വയർമെന്റ് ഓഫ് എനർജി വി ക്യാൻ ക്ലാസിഫൈ ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ഇൻടു 3 ടൈപ്സ്. ഫസ്റ്റ് വൺ തെർമൽ ഡീകോമ്പോസിഷൻ, സെക്കൻഡ് വൺ ഇലക്ട്രിക്കൽ ഡീകോമ്പോസിഷൻ, third one photo decomposition. In thermal decomposition the energy is heat. The requirement of energy എന്ന് പറഞ്ഞ ഏത് ഫോമിലാണ്? ഹീറ്റ് എന്ന ഫോമിലാണ്. സെക്കൻഡ് വൺ ഇലക്ട്രിക്കൽ ഡീകോമ്പോസിഷൻ. എനർജി റിക്വയർമെന്റ് ഇലക്ട്രിസിറ്റിയുടെ ഫോമിലാണ്. തേർഡ് എന്ന് പറയുന്നത് ഫോട്ടോ ഡീകോമ്പോസിഷൻ. അവിടെ ഏത് എനർജിയാണ്? സൺലൈറ്റ് ആണ് അല്ലെങ്കിൽ ലൈറ്റിന്റെ ഫോമിലാണ് എന്ത് വേണ്ടത്? എനർജി വേണ്ടുന്നത്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ ടോപ്പിക് തെർമൽ ഡീകോമ്പോസിഷൻ. അപ്പൊ നമ്മൾ ഇനി അടുത്ത പറയുന്നത് എന്താണ്? തെർമൽ ഡീകോമ്പോസിഷൻ. തെർമൽ ഡീകോമ്പോസിഷനിൽ ഈ ഒരു പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഫെറസ് സൾഫേറ്റിന്റെ ഡീകോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫെറസ് സൾഫേറ്റ് ഡീകമ്പോസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ഒക്കെ പറയുന്നത് എന്തായിരുന്നു? ഫെറിക് ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും. അപ്പം അവിടെ നമ്മൾ കൊടുത്ത എനർജി എന്ന് പറയുന്നത് ഹീറ്റ് ആയിരുന്നു. അതുകൊണ്ട് അത് എന്താണ്? തെർമൽ ഡീകോമ്പോസിഷൻ ആണ്. തെർമൽ ഡീകോമ്പോസിഷൻ ആണ്. ഇനി ഈ തെർമൽ ഡീകോമ്പോസിഷനിൽ തന്നെ നമ്മൾ 3 എണ്ണം വേറെയും കൂടി എന്ത് ചെയ്യണം? പഠിക്കേണ്ടതുണ്ട്. അതായത് മെറ്റൽ കാർബണേറ്റ്, മെറ്റൽ ബൈകാർബണേറ്റ്, മെറ്റൽ നൈട്രേറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ മെറ്റൽ കാർബണേറ്റ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് കാൽസ്യം കാർബണേറ്റ്. അതപ്പോ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു മെറ്റൽ കാർബണേറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പൊ മെറ്റൽ കാർബണേറ്റ് പഠിക്കുമ്പം അതിനൊരു ജനറൽ ഇക്വേഷൻ എന്ത് ചെയ്യാം? നമുക്ക് പഠിച്ചു വെക്കേണ്ട ആവശ്യകത ഉണ്ട്. ഈ കാൽസ്യം കാർബണേറ്റ് തന്നെ എക്സാമിന് ചോദിക്കണം നിർബന്ധമില്ല. മറ്റൊരു മെറ്റൽ കാർബണേറ്റ് ചോദിച്ചാലും അതിന്റെ പ്രോഡക്ട്സ് എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ അതൊരു ജനറൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു
ഇക്വേഷൻ നമ്മളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു മെറ്റൽ കാർബണേറ്റിന്റെ ഡീകോമ്പോസിഷൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഡക്ട്സ് ഇന്നതാണെന്ന് എഴുതാൻ സാധിക്കും. അപ്പൊ നമുക്ക് അതെന്ന് പറഞ്ഞാല് അപ്പം മെറ്റൽ കാർബണേറ്റിന്റെ തെർമൽ ഡീകോമ്പോസിഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ആയിരിക്കും. മെറ്റൽ ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമാണ് അവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, തെർമൽ ഡീകോമ്പോസിഷൻ ഒരു മെറ്റൽ കാർബണേറ്റിൻ്റെതാണെങ്കിൽ കിട്ടുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയായിരിക്കണം, മെറ്റൽ ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും. അപ്പൊ നമുക്ക് ആ ജനറൽ ഇക്വേഷൻ എങ്ങനെ പറയാം, മെറ്റൽ കാർബണേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് മെറ്റൽ ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ കാൽസ്യം കാർബണേറ്റ് എന്നതാണ് എന്ത്, നമ്മുടെ മെറ്റൽ കാർബണേറ്റ് എങ്കിൽ അതിന്റെ പ്രോഡക്ട്സ് ഒക്കെ എന്തായിരിക്കണം, കാൽസ്യം കാർബണേറ്റ് എന്നതിലെ മെറ്റൽ ഏതാണ്, കാൽസ്യം. കാൽസ്യം കാർബണേറ്റ് എന്നതിലെ മെറ്റൽ എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ്. അതിനെ എന്താണ് നമ്മൾ നടത്തുന്നത്, തെർമൽ ഡീകോമ്പോസിഷൻ ആണ്. അപ്പം ഹീറ്റ് അതെന്തായിട്ട് മാറണം, അതിന്റെ ഓക്സൈഡ്. അപ്പം കാൽസ്യം ഓക്സൈഡ് പ്ലസ് എന്താണ്, കാർബൺ ഡയോക്സൈഡ്. ഇത് ജനറൽ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട്. ഇനി ഏതൊരു കാർബണേറ്റ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ സാധിക്കും. ഇനി വേറെ ഒരെണ്ണം പറയാണ്, മഗ്നീഷ്യം കാർബണേറ്റ് MgCO3 MgCO3. അപ്പൊ അവിടെയും എന്താണ്, തെർമൽ ഡീകോമ്പോസിഷൻ ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കിട്ടണം നമുക്ക് പ്രോഡക്ട്സ് ആയിട്ട്, അതിന്റെ കറസ്പോണ്ടിങ് ആ മെറ്റൽ ഏതാണോ അതിന്റെ കറസ്പോണ്ടിങ് ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും. ഇവിടുത്തെ മെറ്റൽ ഏതാണ്, മഗ്നീഷ്യം കാർബണേറ്റിലെ മെറ്റൽ എന്ന് പറയുന്നത് മഗ്നീഷ്യം. സോ ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, മഗ്നീഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. അപ്പം ഇവിടുത്തെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് MgO പ്ലസ് CO2. അപ്പൊ നമുക്ക് ടെക്സ്റ്റില് CaCO3 കാൽസ്യം കാർബണേറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അത് തന്നെ എക്സാമിന് ചോദിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് മറ്റ് മെറ്റൽ കാർബണേറ്റ്സും കൂടെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ സെക്കൻഡ് പറഞ്ഞ ഏതാണ്, മഗ്നീഷ്യം കാർബണേറ്റ്. അപ്പം ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു, മെറ്റൽ കാർബണേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് മെറ്റൽ ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. മെറ്റൽ കാർബണേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് മെറ്റൽ ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടി പറയാം, FeCO3. അപ്പം FeCO3 എന്ന് പറയുമ്പോൾ അത് ഏത് ഫോം ആണ്, കാർബണേറ്റ് ഫോം ആണ്. അപ്പൊ ഇവിടുത്തെ മെറ്റൽ Fe ആണ്. അപ്പൊ അതിന്റെ ഓക്സൈഡ് ഏതാ കിട്ടേണ്ടത്, FeO പ്ലസ് ഗ്യാസ് CO2 കാർബൺ ഡയോക്സൈഡ്. തെർമൽ ഡീകോമ്പോസിഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ്സ് ആണെങ്കിൽ കിട്ടുന്ന പ്രോഡക്ട്സ് ആ മെറ്റലിന്റെ കറസ്പോണ്ടിങ് ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ലെഡ് നൈട്രേറ്റ് ആണ്. ലെഡ് നൈട്രേറ്റ് അതായത് മെറ്റൽ നൈട്രേറ്റ് ആണ് തന്നിരിക്കുന്നത്. മെറ്റൽ നൈട്രേറ്റ് ആണ് ഡീകമ്പോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഓക്സിജനുമായിരിക്കും. അതിന്റെ ഓക്സൈഡും പിന്നെന്താണ്, നൈട്രജൻ ഡയോക്സൈഡ്, തേർഡ് ഓക്സിജൻ. അപ്പം നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ലെഡ് നൈട്രേറ്റ് അതായത് PbNO3 ട്വൈസ് ലെഡ് നൈട്രേറ്റ്. അപ്പൊ അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, തെർമൽ ഡീകോമ്പോസിഷൻ മീൻസ് ഹീറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ജനറൽ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, മെറ്റലിന്റെ ഓക്സൈഡ്. അപ്പൊ എന്താണ്, PbO ലെഡ് ഓക്സൈഡ് പ്ലസ് അടുത്ത എന്താണ്, നൈട്രജൻ ഡയോക്സൈഡ് NO2 പ്ലസ് ഏത് ഗ്യാസും കൂടി നമ്മൾ പറഞ്ഞു, ഓക്സിജൻ NO2. നൈട്രജൻ ഡയോക്സൈഡും ഗ്യാസ് തന്നെയാണ്. പിന്നെ എന്തും കൂടി വരുന്നുണ്ട്, ഓക്സിജനും. അത് ജനറൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു മെറ്റലിന്റെ നൈട്രേറ്റ് ആണ് ഡീകമ്പോസ് ചെയ്യുന്നത്, തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് മെറ്റൽ നൈട്രേറ്റ് ആണെങ്കിൽ പ്രോഡക്ട്സ് ഉറപ്പായിട്ടും മെറ്റൽ ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഓക്സിജനും ആയിരിക്കും. അങ്ങനെ നമുക്ക് മറ്റൊരു എണ്ണം പറഞ്ഞു നോക്കാം, ബൈകാർബണേറ്റ്സ്. ഓക്കെ, നമ്മൾ അടുത്ത പറയുന്നത് അപ്പൊ നമുക്ക് കോപ്പർ നൈട്രേറ്റ് നോക്കാം. കോപ്പർ നൈട്രേറ്റ് അപ്പം CuNO3 ട്വൈസ് കോപ്പർ നൈട്രേറ്റ്. അപ്പൊ അവിടെ നമ്മൾ എന്താണ്, തെർമൽ ഡീകോമ്പോസിഷൻ ആണ്. അപ്പൊ എന്ത് കൊടുത്തിരിക്കണം, ഹീറ്റ് കൊടുക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ഒക്കെ എന്തായിരിക്കണം, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്, നമുക്ക് കിട്ടുന്ന അതിന്റെ ഓക്സൈഡ്, ആ മെറ്റലിന്റെ ഓക്സൈഡ്. അപ്പം കോപ്പർ CuO പ്ലസ് നെക്സ്റ്റ് എന്താ വരേണ്ടത്, നൈട്രജൻ ഡയോക്സൈഡ് NO2 പ്ലസ് എന്താണ് വരുന്നത്,
ഓക്സിജൻ O2. അങ്ങനെയാണെങ്കിൽ സിങ്ക് നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ഒക്കെ എന്തായിരിക്കും? സിങ്ക് നൈട്രേറ്റ്. അപ്പൊ ഇവിടുത്തെ മെറ്റൽ ഏതാണ്? സിങ്ക്. അതിന്റെ ഓക്സൈഡ് അല്ലെ. അപ്പം ZnO പ്ലസ് നെക്സ്റ്റ് ഏതാണ്? നൈട്രജൻ ഡയോക്സൈഡ് NO2 പ്ലസ് ഓക്സിജൻ. അതാണ് എന്ത്? മെറ്റൽ നൈട്രേറ്റ്സ് ഡീകമ്പോസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന പ്രോഡക്ട്സ്. ഇനി ഒരെണ്ണം കൂടി നമുക്ക് പറയണം, അത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ പഠിച്ചു വെച്ചോ. ഒരു പക്ഷെ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് കളയേണ്ടല്ലോ ആ ഒരു ക്വസ്റ്റ്യൻ. അതാണ് എന്ത്? മെറ്റൽ ബൈകാർബണേറ്റ്. അപ്പൊ മെറ്റൽ കാർബണേറ്റ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. മെറ്റൽ കാർബണേറ്റ്സ് ആണെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മെറ്റലിന്റെ ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. ഇനി പറയുന്നത് മെറ്റൽ ബൈകാർബണേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ മെറ്റലിന്റെ കാർബണേറ്റും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആയിരിക്കും. ആ മെറ്റലിന്റെ കാർബണേറ്റും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആയിരിക്കും അവിടെ കിട്ടുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് സോഡിയം ബൈ കാർബണേറ്റ്. ഫസ്റ്റ് നമ്മളൊന്ന് കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് സോഡിയം ബൈ കാർബണേറ്റ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? തെർമൽ ഡീകോമ്പോസിഷൻ നടത്തുന്നു. സോഡിയം ബൈ കാർബണേറ്റിന്റെ സിമ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? NaHCO3. HCO3 ആണ് എന്ത്? ബൈ കാർബണേറ്റ് എന്ന ഗ്രൂപ്പ് കേട്ടോ. HCO3. അതിന്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. സോഡിയത്തിന്റെ വാലൻസി എത്രയാണ്? 1. സോ ദ ഫോർമുല ഓഫ് സോഡിയം ബൈ കാർബണേറ്റ് NaHCO3. അതിനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ തെർമൽ ഡീകമ്പോസിഷൻ നടന്നാൽ കിട്ടുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നാ പറഞ്ഞത്? ആ മെറ്റലിന്റെ കാർബണേറ്റ് പ്ലസ് എന്താണ് വരുന്നത്? വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് അതിന്റെ കാർബണേറ്റും പിന്നെ എന്തൊക്കെയാണോ പറഞ്ഞത്? അതിന്റെ കാർബണേറ്റ്, വാട്ടർ, കാർബൺ ഡയോക്സൈഡ്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? സോഡിയം ബൈ കാർബണേറ്റ്. അപ്പം സോഡിയത്തിന്റെ കാർബണേറ്റ് ആണ് കിട്ടേണ്ടത് അല്ലെ. NaCO3. ഓക്കെ, NaCO3. നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? വാട്ടർ. ഓക്കെ, NaCO3. NaCO3ക്കകത്ത് Na2 എന്നൊരെണ്ണോടാണ്. കാരണം കാർബണേറ്റിന്റെ വാലൻസി എത്രയാണ്? 2. കാർബണേറ്റിന്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? Na2CO3 പ്ലസ് എന്ത് വരണം? വാട്ടർ H2O പ്ലസ് എന്തും കൂടി ഉണ്ട്? കാർബൺ ഡയോക്സൈഡ് CO2. അങ്ങനെയാണെങ്കിൽ കാൽസ്യം ബൈ കാർബണേറ്റ്. അപ്പം കാൽസ്യത്തിന്റെ കാർബണേറ്റ് കിട്ടണം. കാൽസ്യം ബൈ കാർബണേറ്റ്. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കണം? കാൽസ്യത്തിന്റെ കാർബണേറ്റ് CaCO3 പ്ലസ് അടുത്ത എന്താണ്? വാട്ടർ H2O പ്ലസ് എന്തും കൂടി വരണം? കാർബൺ ഡയോക്സൈഡ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ജനറൽ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പഠിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് തെർമൽ ഡീകോമ്പോസിഷന്റെ എക്സ്പ്ലനേഷൻ മാത്രമേ ആയുള്ളൂ. നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡീകോമ്പോസിഷൻ ആയിരുന്നു. ഡീകോമ്പോസിഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? കൺവേർഷൻ ഓഫ് സിംഗിൾ കോമ്പൗണ്ട് ഇൻറ്റു 2 or more സിമ്പിൾ സബ്സ്റ്റൻസസ്. സിംഗിൾ കോമ്പൗണ്ട് 2 അതിൽ കൂടുതലോ സിമ്പിൾ സബ്സ്റ്റൻസസ് ആയി മാറുന്നതാണ് decomposition. Based on the energy requirement, we can classify decomposition into 3 types. First one, thermal means caused by heat. Second one, electrical means caused by electricity. Third, photo decomposition means caused by light. ഇനി ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത തെർമൽ ഡീകോമ്പോസിഷൻ. തെർമൽ മീൻസ് ഹീറ്റ് എനർജിയാണ്. ഹീറ്റ് കൊടുത്താൽ മാത്രമേ ആ റിയാക്ഷൻ എന്ത് ചെയ്യത്തുള്ളൂ? ക്യാരി ഔട്ട് ആകത്തുള്ളൂ. അപ്പൊ തെർമൽ ഡീകോമ്പോസിഷനിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫെറസ് സൾഫേറ്റിന്റെ ഡീകോമ്പോസിഷൻ ആയിരുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഫെറിക് ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും ആയിരുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് തന്നെ തെർമൽ ഡീകോമ്പോസിഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ്സ്. കാൽസ്യം കാർബണേറ്റ് എന്നൊരു എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. മെറ്റൽ തെർമൽ ഡീകോമ്പോസിഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ്സിന് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. അപ്പം മെറ്റൽ കാർബണേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് മെറ്റൽ ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം മെറ്റൽ കാർബണേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് മെറ്റൽ ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് മെറ്റൽ നൈട്രേറ്റ്സ് ആയിരുന്നു. മെറ്റൽ നൈട്രേറ്റ്സ് ആണ് ഡീകമ്പോസ് ചെയ്യുന്നതെങ്കിൽ തെർമൽ ഡീകോമ്പോസിഷൻ ഓഫ് മെറ്റൽ നൈട്രേറ്റ്സ്. നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലെഡ് നൈട്രേറ്റ് ആണ്. കിട്ടുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് അതിന്റെ ഓക്സൈഡ് കറസ്പോണ്ടിങ് ഓക്സൈഡ് ഓഫ് ദ മെറ്റലും നൈട്രജൻ ഡയോക്സൈഡും ഓക്സിജനും. അങ്ങനെയാണെങ്കിൽ ലെഡ് നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയായിരിക്കണം? അവിടുത്തെ ലെഡ് നൈട്രേറ്റ് മീൻസ് ലെഡ് ഓക്സൈഡ് പ്ലസ് നൈട്രജൻ ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് തെർമൽ ഡീകോമ്പോസിഷൻ ഓഫ് മെറ്റൽ ബൈകാർബണേറ്റ്. മെറ്റൽ ബൈകാർബണേറ്റ്സ്. അപ്പൊ അവിടെ ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. മെറ്റൽ ബൈകാർബണേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ്
മെറ്റൽ കാർബണേറ്റ് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ്. അപ്പം ഇതാണ് തെർമൽ ഡീകോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ ടോപ്പിക്കിൽ ഇത്രയുമേ ഉള്ളൂ നമുക്ക് വിശദമായി പറയാനുള്ള കാര്യങ്ങൾ. ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന ക്ലാസ്സിൽ വീണ്ടും ഡിസ്കസ് ചെയ്യാം. പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആകുന്നു എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതിന്റെ തന്നെ കണ്ടിന്യൂവേഷനുമായിട്ട് നമുക്ക് കാണാം. താങ്ക്